ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പടം കോൾഡ് ഫിഷ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് പോകാം. വയലൻസിൻ്റെ അതിപ്രസരം കൊണ്ട് ശ്രദ്ധ നേടിയ സിനിമകളാണ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നിറങ്ങുന്ന സിനിമകളിൽ പലതും. ഐസ് ദ ഡെവിൾ ആണ് ഞാൻ കണ്ട വയലൻസ് നിറഞ്ഞ സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. അതിന് ഏകദേശം തൊട്ടു താഴെ നിർത്താവുന്ന സിനിമയാണ് ജപ്പാനിൽ നിന്ന് 2010 പുറത്തിറങ്ങിയ വയലൻസും കൂട്ടത്തിൽ ലൈംഗികതയും നിറഞ്ഞ സിനിമ കോൾഡ് ഫിഷ്. പേരിൽ മാത്രമേ തണുപ്പുള്ളൂ, സംഗതി നല്ല ഹോട്ടാണ്. ഏത് രീതിയിൽ നോക്കിയാലും. സിനിമ കണ്ടു തീർന്നപ്പോൾ നട്ടലിൽ കൂടി അനസ്തീഷ്യ തന്ന പോലെയായി ശരീരവും മസ്തിഷ്കവും മനസ്സും. ഒരു തരം മരവിപ്പ്. ഇതും കൂടെ പറയണമല്ലോ, ജീവിതത്തിൽ പകർത്തേണ്ട പല പാഠങ്ങളും കൂടി അതിനോടൊപ്പം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപരിചിതരുടെ സ്നേഹപ്രകടനം ആപൽക്കരമാണെന്ന അറിവ്. സാമോട്ടോ തൻ്റെ രണ്ടാമത്തെ ഭാര്യയും ആദ്യത്തെ ഭാര്യയിലുള്ള മകളുമൊത്ത് അത്ര സുഖകരമല്ലാത്ത ജീവിതം നയിക്കുകയാണ്. ഉപജീവനത്തിന് വേണ്ടി ഒരു അലങ്കാര മത്സ്യക്കടയും നടത്തുന്നുണ്ട്. മകളും രണ്ടാമത്തെ ഭാര്യയും എന്നും അടിയാണ്. കൂട്ടത്തിൽ സാമ്പത്തിക പരാധീനതയും. കളവിന് പിടിക്കപ്പെടുന്ന മകളെ തടഞ്ഞു നിർത്തിയ ഒരു കടക്കാരൻ സാമോട്ടോവിനോടും ഭാര്യയോടും കടയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. നിയമ നടപടികളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കടക്കാരനെ അവിടെ എത്തിയ മുരാട്ടോ എന്ന സമ്പന്നനായ വേറൊരു കടയുടമസ്ഥൻ മധ്യസ്ഥത പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നതാണ് തുടക്കം. പുകവലി നിരോധന പരസ്യത്തിലെ പോലെ സോമോട്ടയ്ക്ക് അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കും, എല്ലാറ്റിനും ഒരു പരിധിയില്ലേ എന്ന ടാഗ് ലൈൻ രസകരമാണ്. ഹൗ ഫാർ വിൽ യു ബി പുഷ്ഡ് ശേഷം സ്ക്രീനിൽ കണ്ടുകഴിഞ്ഞ് തരിച്ചിരുന്നപ്പോൾ ആലോചിച്ചു, സിനിമയല്ലേ ഇതൊക്കെയെന്ന്. പക്ഷേ തുടക്കത്തിൽ കാണിച്ച ശ്രദ്ധിക്കാതിരുന്ന ഒരു വരി പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തി. ബേസ്ഡ് ഓൺ ട്രൂ എവൻറ്റ്. സിനിമയ്ക്ക് വേണ്ടി കുറച്ച് ഏച്ചുകെട്ടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം നടന്ന സംഭവങ്ങളാണ്. അലങ്കാര മത്സരത്തിന് പകരം അപൂർവ ജൻസിലുള്ള നായ്ക്കളായിരുന്നു എന്നു മാത്രം. സെയ്റ്റുമ സീരിയൽ മർഡേഴ്സ് ഓഫ് ഡോഗ് ലവേഴ്സ് എന്നാണ് ആ സീരിയൽ കില്ലിംഗ് അറിയപ്പെടുന്നത്. അതെ, ഇങ്ങനെയുള്ള സൈക്കോകളും കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ സമൂഹം. ജാഗ്രതയിൽ. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. കൂടുതൽ തവണ കാണുന്നവർക്ക് ഇറച്ചിവെട്ട് ബിസിനസ് നടത്താൻ പ്രചോദനം കിട്ടും. കോൾഡ് ഫിഷ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.